ഒക്കെ തന്നെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. വയനാടും ഇടുക്കിയും നിലമ്പൂരും ഒക്കെ തന്നെ നൂറ്റാണ്ടുകളായി കുടുംബ കൃഷിക്ക് പ്രാധാന്യമുള്ള പ്രദേശങ്ങളാണ്. ആ ആധുനിക ലോകം അതിനെക്കുറിച്ച് ഗഹനമായി പഠിക്കാനും ആ അറിവുകൾ നേടിക്കൊണ്ട് നമ്മുടെ കാർഷിക രംഗത്ത് നവനവങ്ങളായ മാറ്റങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, 2013 ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ മുഹൂർത്തമാണ്. ആ 2013 നമുക്ക് ഭക്ഷ്യസുരക്ഷാ രാജ്യത്ത് പാസ്സാക്കാൻ സാധിച്ചത്. ആ ഭക്ഷ്യസുരക്ഷയിലേക്ക് ഇന്ത്യയെ കൈപിടിച്ചു കൊണ്ടുപോയത് ആരാണ്? ആരുമല്ല, ഈ ഇരിക്കുന്ന ഡോക്ടർ MS സ്വാമിനാഥനാണ് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ആ ഡോക്ടർ MS സ്വാമിനാഥൻ യശസ്വരീയനായ നമ്മുടെ ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി, അത് കഴിഞ്ഞ് ഇന്ത്യയെക്കുറിച്ച് വളരെ വളരെ ദീർഘമായി ചിന്തിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, അതുപോലെ അന്നത്തെ കാർഷിക ഭക്ഷ്യവകുപ്പ് മന്ത്രിയായ ശ്രീമാൻ C. സുബ്രഹ്മണ്യം, ഇവരൊക്കെ ചേർന്നുകൊണ്ടാണ് ആ നിശബ്ദ വിപ്ലവം, ആ ഹരിത വിപ്ലവം പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചത്. പക്ഷെ അതിന്റെ നായകരാരാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഡോക്ടർ MS സ്വാമിനാഥൻ തന്നെയാണ് ആ രംഗത്ത് ഇത്രയും അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയും നമ്മുടെ നാട്ടിൽ കാർഷിക രംഗത്ത് ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്ന് ഭക്ഷ്യകാര്യത്തിൽ സ്വയം പര്യാപ്തം നേടിയ രാജ്യം മാത്രമല്ല, കയറ്റുമതി നടത്തുന്ന രാജ്യമായിട്ട് ഇന്ന് നമ്മുടെ രാജ്യത്തിന് മാറാൻ സാധിച്ചത്. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? ഏതാണ്ട് 30 ദശലക്ഷം ടൺ ഭക്ഷ്യധാന്യങ്ങൾ ഇവിടെ നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഇറക്കുമതി ചെയ്ത ആ കാലത്തെ കുറിച്ച് ഓർക്കണം. അവിടെ നിന്ന് നാം മുന്നോട്ട് പോയി ഇപ്പോൾ 125 ദശലക്ഷം ടൺ ഭക്ഷ്യധാന്യം ഉൽപ്പാദിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ന് നാം എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ അത്ഭുതകരമായ മാറ്റം, ആ വിസ്മയകരമായ മാറ്റം, ആ മാറ്റം നമ്മളെല്ലാം തന്നെ ഗൗരവപൂർവ്വം വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. ബഹുമാന്യായ ഒന്നാമത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കാർഷിക രംഗത്തോട് ഏറ്റവും താല്പര്യമെടുത്ത മഹാനായിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്? നത്തിങ് എൽസ് ക്യാൻ വെയിറ്റ് ബട്ട് നോട്ട് അഗ്രികൾച്ചർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് എന്തിനു വേണ്ടി കാത്തിരിക്കാം, പക്ഷെ കൃഷിയുടെ കാര്യത്തിൽ ആ കാത്തിരിപ്പ് നമുക്ക് അസാധ്യമാണ്, അത് സാധ്യമല്ല എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അർദ്ധരാത്രിയിൽ അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ പ്രയാണം പട്ടിണിക്കും വിശപ്പിനുമെതിരായിട്ടുള്ള പ്രയാണമാണ് എന്ന കാര്യം ഓർക്കണം. 36 കോടി ജനങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ, അവരുടെ വിശപ്പേൽക്കാൻ ഉള്ള യാത്രയായിട്ടാണ് ഈ യാത്രയെ നിങ്ങൾ കാണേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ആ യാത്ര നമുക്ക് വിജയകരമായ പരിസമാപ്തിയിൽ എത്തിക്കാൻ സാധിച്ചിരിക്കുന്നു. ഡോക്ടർ MS സ്വാമിനാഥന്റെ നേതൃത്വത്തിൽ നടന്ന വിശപ്പിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നമുക്ക് വിജയ വൈജയന്തി പാറിപ്പറപ്പിക്കാൻ സാധിച്ചിരിക്കുന്നു. അത് വലിയ നേട്ടമായിട്ട് ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. 60കളിൽ അദ്ദേഹം തുടങ്ങിയ ആ നിശബ്ദ വിപ്ലവം ലോകത്തിൽ തന്നെ കാർഷിക രംഗത്തോട് താല്പര്യമെടുക്കുന്ന ആളുകളെയൊക്കെ തന്നെ വിസ്മയപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ നാട് അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ. അതുപോലെ നിങ്ങൾക്കറിയാം, ഇന്ന് ഈ ഭക്ഷ്യസുരക്ഷാ നിയമം, ആ നിയമം പാസ്സാക്കാനുണ്ടായ സാഹചര്യം എന്താണ്? ഭക്ഷ്യകാര്യത്തിൽ നമുക്ക് സുഭിക്ഷതയുള്ളതുകൊണ്ട്, സ്വയം പര്യാപ്തി നേടിയതുകൊണ്ട് വിദേശത്തേക്ക് ആ ഭക്ഷ്യസാധനങ്ങൾ നമുക്ക് കയറ്റിയേക്കാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം വളർന്നതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ജനസംഖ്യയുടെ 2 ഭാഗത്തിന് വളരെ വളരെ തുച്ഛമായ വിലക്ക് അവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഒരവസ്ഥ ഈ നാട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ രാജ്യത്തെ കാർഷിക ശാസ്ത്രജ്ഞന്മാരുടെയും കാർഷിക രംഗത്തോട് താല്പര്യമെടുക്കുന്ന കൃഷിക്കാരുടെയും ഒക്കെ തന്നെ സംയുക്തമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ശ്രീമാൻ ശ്രേയസ് കുമാർ പറയുകയുണ്ടായി. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വയനാട്ടിൽ 1980 ഞാൻ ആദ്യമായിട്ട് MD ആയിട്ട് വരുന്ന സന്ദർഭത്തിൽ വയനാട്ടിൽ 12 മാസവും ഒരു ശീതീകരിക്കപ്പെട്ട മുറിയിൽ നമ്മൾ ജീവിക്കുന്ന അവസ്ഥ ഉണ്ടായതെങ്കിൽ ഇപ്പോൾ ചുരം കയറുന്നതിന് മുമ്പ് തന്നെ നാം ഉഷ്ണിച്ച് നമ്മൾ വിയർക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടായിരുന്നെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം, ആഗോള താപനം വയനാടിനെയും വല്ലാതെ കുലുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട കാര്യം വയനാട്ടുകാരെങ്കിലും ഒന്ന് മനസ്സിലാക്കണമേ എന്നാണ് പറയാനുള്ളത്. ഈ പാരിസ്ഥിതികമായ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഹരിത MLA-മാരും മറ്റും പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും പുച്ഛിച്ചു തള്ളുന്ന ആളുകൾ, ലാഘവബുദ്ധിയോടുകൂടി കാണുന്ന ആളുകൾ അതിന്റെ ഗൗരവത്തിലേക്ക് ഇറങ്ങി ചെല്ലണം എന്ന് മാത്രം ഞാൻ വിനീതനായി ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഭീകരമാണ് നമ്മുടെ അവസ്ഥ. ആ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായി, ആഗോള താപനത്തിന്റെ ഫലമായി ഗോതമ്പ് കൃഷിയെക്കുറിച്ചും നെൽകൃഷിയെക്കുറിച്ചും ഒക്കെ സംസാരിക്കാൻ സാധിക്കുന്ന ഡോക്ടർ സ്വാമിനാഥനോട് ഇതുകൊണ്ട് കാര്യത്തെക്കുറിച്ച് ഞാൻ എന്ത് സംസാരിക്കാനാണ്?
ഗോതമ്പിന്റെ ഉൽപാദനത്തെക്കുറിച്ച് പറയുമ്പോൾ രാത്രിയിൽ 1 ഡിഗ്രി ചൂട് കൂടിക്കഴിഞ്ഞാൽ ഗോതമ്പിന്റെ ഉൽപാദനം ഗണ്യമായി എത്രയോ ടൺ, ആയിരക്കണക്കിന് ടൺ കുറയുമെന്നാണ് അദ്ദേഹത്തെ പോലുള്ള ശാസ്ത്രജ്ഞർ നമ്മെ പഠിപ്പിച്ചെങ്കിൽ ആഗോളതാപനം നമ്മുടെ നിലനിൽപ്പിന് പോലും അപകടമാണ് എന്ന വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. ജൈവകൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കറിയാം. ജൈവകൃഷിയിലേക്ക് തിരിച്ചു പോകാൻ വയനാട്ടിലെ കർഷകന്മാർ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. വെള്ളമുണ്ടയിലും പരിസര പ്രദേശത്തും വയനാടിന്റെ പല ഭാഗത്തും അതിനുള്ള ശ്രമകരമായ നീക്കങ്ങൾ കൃഷിക്കാർ തന്നെ ആരംഭിച്ചു എന്നത് വലിയൊരു കാര്യമാണ്. ഇങ്ങനെ ഒരു ജൈവകൃഷിയിലേക്ക് തിരിച്ചു പോകേണ്ട കാര്യം എന്താണ്? നാം ഇവിടെ രാസവളങ്ങൾ അമിതമായി ഉപയോഗിച്ചു, കീടനാശിനികൾ കയ്യും കണക്കുമില്ലാതെ നമ്മൾ ഉപയോഗിച്ചു. അങ്ങനെ വയനാടിനെ ഊഷരഭൂമിയാക്കുന്ന അവസ്ഥയിലേക്ക്, അതിന്റെ ഫലഭൂയിഷ്ഠത പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ സാധിക്കുന്ന അവസ്ഥയിലാണ് കഴിഞ്ഞ കാലത്ത് നമ്മുടെ ഈ കാർഷിക രംഗത്തെ നോക്കിക്കണ്ടത്. പെട്ടെന്ന് വിളയുണ്ടാകണം, ആ വിളയുണ്ടാകാൻ ഏത് മാർഗവും സ്വീകരിക്കണമെന്ന അവസ്ഥയിലേക്ക് പോയപ്പോൾ ആ വയനാട് വിഷമയമായിരിക്കുന്നു. വയനാടിന്റെ മണ്ണ്. ഈ കാര്യം വയനാട്ടുകാർ തീർച്ചയായിട്ടും മനസ്സിലാക്കണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമുക്ക് വേണ്ടത് എന്താണ്? എന്റെ സ്നേഹിതൻ മോഹൻ പഠിപ്പിക്കുന്നു. മോഹന്റെ പ്രസ്താവന ഉരുൾക്കൊടിയോടുകൂടിയാണ് ഞാൻ കേട്ടത്. അദ്ദേഹം പറഞ്ഞു 2015 നമ്മുടെ കേരള സംസ്ഥാനത്തിൽ പൂർണ്ണമായിട്ട് ജൈവകൃഷി പൂർത്തിയാക്കാൻ സാധിക്കും. ആ ജൈവകൃഷിയിലേക്ക് മടങ്ങുന്നു കേരളം എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നാട്ടിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആൾക്കും ആ കാര്യത്തിൽ സന്തോഷമുണ്ടായി. ശ്രീ മോഹനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ സന്ദർഭത്തിൽ അനുമോദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. അതുപോലെ തന്നെ ജനിതക വിത്തുകളെ കുറിച്ച് നിങ്ങൾക്കറിയാം, ഡോക്ടർ സ്വാമിനാഥൻ കൊണ്ട് അദ്ദേഹവും അതുപോലെ കാർഷിക രംഗത്തെ പ്രഗത്ഭരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്ന വേദിയിൽ വെച്ച് എനിക്ക് പറയാനുള്ള കാര്യം, ആ ജനിതക വിത്തുകളെ കുറിച്ച് എനിക്ക് മാത്രമല്ല, ശ്രേയസ് കുമാറിനും മോഹനും മാത്രമല്ല, ഇന്ത്യൻ സമൂഹത്തിന്റെ മുഴുവൻ ആശങ്കയുണ്ട്. ആ ജനിതക വിത്തുകളുടെ അപകടങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും ഇത്തരം ചടങ്ങുകളിൽ അവബോധമുണ്ടാക്കണം, പഠിപ്പിക്കണം. തീർച്ചയായിട്ടും അത് പഠിപ്പിച്ചേ മതിയാവുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ജനിതക മാറ്റം സംഭവിച്ച വിത്തുകളെക്കുറിച്ച്, രാസവളങ്ങളുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച്, കീടനാശിനി സമൂഹത്തിലുണ്ടാക്കുന്ന ദുരന്തത്തെക്കുറിച്ച്, ജൈവകൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, പശ്ചിമഘട്ട മലനിരകളുടെ ജൈവ വൈവിധ്യത്തെക്കുറിച്ച്, ഏറ്റവും ഒടുവിൽ നമ്മുടെ ഗാഡ്ഗിൽ കമ്മീഷനെ കുറിച്ചും കസ്തൂരി രംഗൻ കമ്മീഷനെ കുറിച്ചും, അതിൽ അംഗങ്ങളൊക്കെ തന്നെ ഇവിടെ ഇരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരാണ്, അവർക്കറിയാമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. അവരൊക്കെ തന്നെ തീർച്ചയായിട്ടും പരിസ്ഥിതി അവബോധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മലനിരകളെ സംരക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അവരെല്ലാം തന്നെ മുന്നോട്ട് പോകുമ്പോൾ എന്താണ് കർഷകന്മാർക്കിടയിലുള്ള ആശങ്ക, എന്താണ് ആ റിപ്പോർട്ടിനെ കുറിച്ചുള്ള ആശങ്ക, അതേക്കുറിച്ചും ഒരു സമഗ്രമായ ചർച്ച ഇവർ നടത്തപ്പെടുന്നത് ഗുണകരമായിരിക്കും. അതിന് നേതൃത്വം കൊടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്. ഞാൻ ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കില്ല. ഇവിടെ വരാൻ സാധിച്ചത് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കിയാണ്. ഡോക്ടർ സ്വാമിനാഥൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കാർഷിക രംഗത്തെ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ നീക്കം എല്ലാ കാലത്തും സാധിക്കപ്പെടുന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ചടങ്ങിൽ വരാനും നിങ്ങളെല്ലാം തന്നെ കണ്ടുകൊണ്ട് എന്റെ മനസ്സിലുള്ള ചില കാർഷിക സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും അവസരമുണ്ടായതെന്ന് ഞാൻ നന്ദി പറയുകയാണ്. ഒരു ഹ്രസ്വമായ കാലയളവിൽ കേന്ദ്രത്തിൽ ഡോക്ടർ ബൽറാം ജാക്കർ കൃഷിമന്ത്രിയായ സമയത്ത് എനിക്ക് ആ കാർഷിക മന്ത്രാലയത്തിൽ കാർഷിക വകുപ്പിന്റെ ചുമതലയുള്ള സഹമന്ത്രിയായിട്ടിരിക്കാൻ 1992 കാലഘട്ടത്തിൽ അവസരമുണ്ടായിട്ടുണ്ട്. അന്നൊക്കെ തന്നെ ഡോക്ടർ സ്വാമിനാഥനെപ്പെട്ട പ്രഗത്ഭന്മാരുമായിട്ട് ആശയവിനിമയം നടത്താൻ സാധിച്ചപ്പോൾ കാർഷിക പ്രശ്നങ്ങളോടും അതുപോലെ കൃഷിയോടുമൊക്കെ തന്നെ അറിയാത്ത ആഭിമുഖ്യം ഒന്നുകൂടി എന്റെ മനസ്സിലുണ്ടായി. അത് ഞാനിവിടെ പങ്കുവെച്ചു എന്ന് മാത്രമാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഞാൻ ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ച ഡോക്ടർ MS സ്വാമിനാഥനെയും അതുപോലെ തന്നെ ഡോക്ടർ അല്ലിയും ഇതിന്റെ ഭാരവാഹികളെയും ഒക്കെ തന്നെ ഹൃദയംഗമായി എന്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ ചടങ്ങിന്റെ ഔപചാരിക ഉദ്ഘാടനം രജത ജൂബിലിയുടെയും അതുപോലെ കൽപ്പറ്റ ഈ കേന്ദ്രത്തിന്റെ 15ാം വാർഷികവും ഞാൻ ഔപചാരിക ഉദ്ഘാടനം നടത്തിയായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. വളരെയധികം നന്ദി സർ.